ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നീൽസ് അക്കാഡമിയിൽ നോക്കാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ മൈക്രോബയോളജിയിലെ സെക്കൻഡ് ടോപ്പിക് ആണ്. 2 ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് ടോപ്പിക്, ഇതിന് രണ്ടാമത്തെ ടോപ്പിക് ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. എന്താണ് ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്താണ് ബയോ ഫെർട്ടിലൈസേഴ്സ്? നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ടൊക്കെ ക്ലാസ് എടുത്തതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. സാനിറ്ററി കെമിസ്ട്രിന്റെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അവിടെ പറയാത്തൊരു കാര്യം കൂടിയാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അവിടെ നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിനെ പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പൊ എന്താണ് ബയോ ഫെർട്ടിലൈസർ? ഫെർട്ടിലൈസർ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. 2-3 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യം തന്നെയാണ് എന്താണ് ഫെർട്ടിലൈസർ എന്നുള്ളത്. അപ്പൊ എന്താണ് ബയോ ഫെർട്ടിലൈസർ? ബയോ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? ലിവിങ് എന്നുള്ളതാണ്. അപ്പോ ലിവിങ് ഫെർട്ടിലൈസർ അഥവാ ബയോ ഫെർട്ടിലൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം ക്രോപ്സ് ഈൽഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് എലിമെന്റ്സും പ്രോട്ടീൻസും അതേപോലെ ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെന്ന് അവർക്ക് കിട്ടുന്നത്? ഇവൻ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ അവരെ മണ്ണിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും വലിച്ചെടുത്തിട്ട് തനിയെ വളരുന്ന മരങ്ങളും ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഈൽഡ് തരുന്ന മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ മണ്ണിൽ തന്നെ ഒരുപാട് സോയിൽ ഭയങ്കര ഫെർട്ടൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫെർട്ടിലൈസേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നതിന് കാരണം എന്താണ്? ആ സോയിലിനകത്തുള്ള പല മൈക്രോ ഓർഗാനിസംസ് ആണ് ആ ഒരു സോയിലിന്റെ ഫലഭൂയിഷ്ഠിത അഥവാ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസർ എന്ന് ജനറലി പറയുക. ഇപ്പൊ എന്തൊക്കെ ടൈപ്പ് ആണുള്ളത്? ഈ ഒരു ഇതില് ഒരുപാട് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. അതിപ്പോ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയാസ് ആവാം, ഫോസ്ഫേറ്റിന്റെ ആവാം, പൊട്ടാസ്യത്തിന്റെ ആവാം. അങ്ങനെ പല എലമെന്റ്സും ഈ ഒരു പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത്. അതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ അത് മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും വലിച്ചെടുത്ത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന രീതിയിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയാസിനെ പറ്റി മാത്രമാണ്. അതായത് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം N-ട്രിപ്പിൾ ബോണ്ട് N ആണ് അല്ലെ? ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, ബോണ്ട് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പ്ലാന്റ്സിന് ആ ഒരു കണ്ടീഷനിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അറ്റ്മോസ്ഫെറിക് നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ പ്ലാന്റ്സിന് അത് ഉപയോഗിക്കാനായിട്ടുള്ള പാകത്തിനാക്കി മാറ്റാൻ സഹായിക്കുന്നവരാണ് ഈ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ അഥവാ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഇതേപോലെ ഓരോരോ എലമെന്റ്സിനും ഉണ്ട്. ഇങ്ങനെ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സിനെയാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ബയോ ഫെർട്ടിലൈസർ എന്താണ്? റെഡി ടു യൂസ് ലീവ് ഫോർമുലേഷൻ ഓഫ് സച്ച് ബെനിഫിഷ്യൽ ഓർഗാനിസംസ് ആണ്. അതായത് സീഡിന്, റൂട്ടിന്, സോയിലിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ലിവിങ് ഫെർട്ടിലൈസർ ആണ് ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോയിലിന്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബയോ ഫെർട്ടിലൈസേഴ്സ്. മെയിൻലി ഇപ്പോ നമ്മൾ കേൾക്കുന്നതാണ് ഓർഗാനിക് ഫുഡ്സ് എന്ന്. അപ്പൊ ഓർഗാനിക് ഫാമിങ്ങിനൊക്കെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഗാനിക് ഫാമിംഗ് ആവില്ല. അപ്പൊ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ആക്കുന്നത്. ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ് അതേപോലെ തന്നെ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫോർ നൈട്രജൻ ആണ് റൈസോബിയം ഫോർ ലെഗുമേ ക്രോപ്സും, അസോസ്പൈറിലും ഫോർ നോൺ ലെഗുമേ ക്രോപ്സും, അസെറ്റോബാക്ടർ ഫോർ ഷുഗർ കെയിനും ആണ്. അപ്പൊ ഈ 3 ക്ലാസ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെഗുമേ ക്രോപ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഈ പി ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ പയറിന്റെ ചെടികളൊക്കെ ഇല്ലേ, അതാണ്. നോൺ ലെഗുമേ
ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാതെ വരുന്ന ക്രോപ്സ്. അസിറ്റോബാക്ടർ ഫോർ ഷുഗർ കെയിൻ എന്താന്ന് നമുക്കറിയാം, കരിമ്പാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് റൈസോബിയം ബയോ ഫെർട്ടിലൈസർ ആണ്. അപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഓരോരോ ഫെർട്ടിലൈസറിന്റെയും പ്രൊഡക്ഷനും അതിന്റെ ആപ്ലിക്കേഷനും ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് മൂന്നും നൈട്രജൻ ഫിക്സിംഗ് ആയതുകൊണ്ട് മൂന്നിനും പല പ്രോപ്പർട്ടീസിലും അല്ലെങ്കിൽ പല കാര്യത്തിലും സെയിം പ്രൊസീജിയർ ആണ്. ചിലപ്പോൾ ഉണ്ടാക്കുന്നതിലാവാം, അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ആവാം, എല്ലാം ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് വ്യക്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പഠിക്കുക. അതിനുശേഷം ബാക്കി രണ്ടെണ്ണത്തിൽ എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ വരുന്നത് എന്നുള്ളത് മാത്രം നോക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയണത് റൈസോബിയം ബയോ ഫെർട്ടിലൈസർ ആണ്. അപ്പൊ റൈസോബിയം ബയോ ഫെർട്ടിലൈസർ പറയുന്നതിന് മുമ്പ് നമുക്ക് റൈസോബിയംസ് എന്താന്ന് പറയാം, അല്ലേ? ബാക്ടീരിയ ആണെന്ന് അറിയാം. ഈ ബാക്ടീരിയാസ് എവിടെയാണ് കാണുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പയറ് ചെടി നമ്മൾ അതിൽ നിന്നുള്ള ക്രോപ്സ് എല്ലാം നമ്മൾ അതിൽ നിന്നുള്ള ഈൽഡൊക്കെ എടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് പ്ലക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട്സിൽ കുറെ ഇങ്ങനെ മണി പോലത്തെ സാധനങ്ങൾ കാണാൻ പറ്റും, നോഡ്യൂൾസ് കാണാൻ പറ്റും. അപ്പൊ ഈ നോഡ്യൂൾസിന്റെ അകത്താണ് നമ്മുടെ റൈസോബിയം ബാക്ടീരിയാസ് ഉള്ളത്. ഇത് എങ്ങനെയാ ഉണ്ടാവുന്നത്? നമ്മുടെ ഈ ഒരു പീ പ്ലാന്റ് നമ്മൾ കുഴിച്ചിടുന്ന സമയത്ത് അതിന്റെ ആ റൂട്ട് ഹെയറും സോയിലും തമ്മിൽ കോണ്ടാക്ട് വരും. ആ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഈ റൈസോബിയം ബാക്ടീരിയാസ് ഇതിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതൊരു നൊഡ്യൂൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു നൊഡ്യൂളിനെ നമ്മൾ ആ ഒരു പ്രോസസ്സിന് നോഡുലേഷൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ബാക്ടീരിയ അതിൻ്റെ അകത്ത് കയറിയാൽ മാത്രം പോരല്ലോ, ഇതിന് എനർജി വേണം. ഈ നൈട്രജൻ ഫിക്സിംഗ് ആണ്. അപ്പൊ ഈ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നൈട്രജനെ ഈ പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടി ഇതിന് ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യണ എനർജി വേണം. ഈ എനർജി ഇതിന് എവിടെന്നാ കിട്ടുന്നത്? ഇതിന് മണ്ണിനടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അധികം റൂട്ട്സ് നോഡ്യൂൾസിന്റെ ഉള്ളിൽ ഇരുന്ന് എവിടെന്നെങ്കിലും എനർജി കിട്ടുമോ? കിട്ടില്ല. അപ്പൊ ഇതിന് എനർജി കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് തന്നെയാണ്. ഇപ്പൊ ലെഗുമെ പ്ലാന്റ് ആണ്, പീ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് വഴി ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ എനർജിയും കൊടുക്കുന്നത് പ്ലാന്റ് ആണ്. അപ്പൊ ഈ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? പീ പ്ലാന്റ് ആണ് ഇതിന് എനർജി കൊടുക്കുന്നത്. അപ്പൊ ഈ എനർജി കൊടുക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ, തിരിച്ചൊരു താങ്ക്സ് പോലെ ഇത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നൈട്രജനെ അബ്സോർബബിൾ ഫോമിലാക്കി മാറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പീ പ്ലാന്റും നമ്മുടെ റൈസോബിയം ബാക്ടീരിയയും തമ്മിലുള്ളത് ഒരു സിംബയോസിസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ഒരു രീതിയിലാണ് അവരുടെ കോൺട്രാക്ട് ഉള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കുക. പിന്നെ 2 ടൈപ്പ് ആണ് ഇവിടെ ന്യൂ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ഗ്രോയിങ് റൈസോബിയ ഉണ്ട്, അതേപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് റൈസോബിയാസും ഉണ്ട്. ഈ 2 എണ്ണത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ 2 ക്ലാസിഫിക്കേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇതിന്റെ ജസ്റ്റ് ഒരു അതിന്റെ മാസമായിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് നോക്കണം, അതിന്റെ ആപ്ലിക്കേഷനും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഇതാണ് ഈ ഒരു ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ സ്റ്റെപ്സ് ആണ്, മാസ് പ്രൊഡക്ഷന്റെ സ്റ്റെപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇനോക്കുലം എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ഈ ബാക്ടീരിയാസ് ഒക്കെ ബാക്ടീരിയാസ് എന്നുള്ള അതിന്റെ എൻസൈമോ അല്ലെങ്കിൽ ബാക്ടീരിയാസോ എടുത്തിട്ടാണ് പല ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലേ? ഇപ്പൊ നമ്മുടെ പെൻസിലിൻ തന്നെ ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ അതിന്റെ എൻസൈം അല്ലെങ്കിൽ ഈ ബാക്ടീരിയനെ നമ്മൾ കൾച്ചർ ചെയ്ത് ഇതാക്കിയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു എങ്ങനെ അതിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇനോക്കുലം പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തെ പ്രൊസീജിയർ എന്താണ്? കാരിയർ മെറ്റീരിയൽ പ്രോസസ് ചെയ്യണം. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയൽ ആയിട്ടുള്ള കാരിയർ മെറ്റീരിയലിനെ സെലക്ട് ചെയ്യണം. പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ, പിന്നെ ഈ കാരിയർ മെറ്റീരിയലും അതേപോലെ തന്നെ ബ്രോത്ത് കൾച്ചറും തമ്മിലുള്ള മിക്സിങ്. ഈ ബ്രോത്ത് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മൾ റൈസോബിയം ബാക്ടീരിയയാണ് കൾച്ചർ ചെയ്യാൻ പോകുന്നത്. ഒരു ബാക്ടീരിയ എടുത്തോണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമ്മളൊരു ഫെർട്ടിലൈസർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു ചെറിയ തോതിലുള്ള ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്യണം? കൾച്ചർ ചെയ്യണം. ബൾക്കായിട്ട് ഇതിനെ കൾച്ചർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ആക്കി മാറ്റുന്നത്. ആ ഒരു കൾച്ചർ ചെയ്തിട്ടുള്ളതിനെ പറയുന്നതാണ്, ബാക്ടീരിയയുടെ കൾച്ചറിനെ പറയുന്നതാണ് ബ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റ് എന്താണ്? ഇനോക്കുലൻസ് നമ്മൾ പാക്ക് ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് ഇനോക്കുലൻ പാക്കറ്റ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റത്തെ പ്രിപ്പറേഷൻ എന്താണ്? ഇനോക്കുലം പ്രിപ്പറേഷൻ ആണ്. ഇനോക്കുലത്തിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്? ഈ ഫസ്റ്റ് കേസ് മാത്രം ഞാൻ നന്നായിട്ട് പറഞ്ഞുതരും. ബാക്കി 2 എണ്ണത്തിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ.
പ്രിപ്പയർ അപ്രോപ്രിയേറ്റ് മീഡിയ ഫോർ സ്പെസിഫിക് ടു ദ ബാക്ടീരിയൽ ഇനോക്കുലന്റ്. അതായത് നമ്മൾ 250 ml ഫ്ലാസ്കും 500 3 ലിറ്റർ 5 ലിറ്റർ കോണിക്കൽ ഫ്ലാസ്കും ഒക്കെ എടുക്കുക. ഇതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ അകത്താണ് നമ്മൾ ബാക്ടീരിയൻ ഇനോക്കുലന്റിനെ വളർത്താൻ പോകുന്ന മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്നത് 250 ml മീഡിയ ആണ്. അതിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ സ്ട്രെയിൻ നമ്മൾ ഒരു സെപ്റ്റിക് കണ്ടീഷനിൽ പ്രിസർവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലാസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? റോട്ടറി ഷേക്കില് റൂം ടെമ്പറേച്ചറിൽ, അതായത് 200 RPM 5 to 7 days നമ്മൾ ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കണം. പ്രിസർവ് ചെയ്യാന്നല്ല, അതിനെ ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിന്റെ കൾച്ചർ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. ആ ഒരു 250 ml ചെറിയ രീതിയിലാണ് നമ്മൾ കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ 250 ml ചെറിയ രീതിയിൽ കൾച്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന ഒരു പേരാണ് സ്റ്റാർട്ടർ കൾച്ചർ എന്ന്. 250 നമ്മൾ കൾച്ചർ ചെയ്യുന്നത് കൊണ്ട് അതിനെ പറയുന്ന പേരാണ് സ്റ്റാർട്ടർ കൾച്ചർ. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടർ കൾച്ചർ യൂസ് ചെയ്തിട്ട് അപ്പൊ അത് വളർന്നു, അത്യാവശ്യം സ്റ്റാർട്ടർ കൾച്ചർ ആയിട്ട് മാറി, കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ അത് കൾച്ചർ ആയിട്ട് വന്നു, ബാക്ടീരിയന്റെ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടർ കൾച്ചറിൽ നിന്നും ലാർജ് ഫ്ലാസ്കിലേക്ക് ഇതിനെ മാറ്റുകയാണ്. അതായത് 500 ml 3 ലിറ്റർ 5 ലിറ്ററിലേക്കൊക്കെ നമ്മൾ ഇതിന്റെ ഗ്രോത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇനി അവിടെ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രൊസീജിയർ എന്താണ്? ഇപ്പൊ നമ്മള് ഇനോക്കുലത്തിന്റെ, അതായത് ഫസ്റ്റത്തെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇനോക്കുലം പ്രിപ്പറേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനോക്കുലത്തിന് നമ്മളവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അത് കൾച്ചർ ചെയ്തിട്ട് നമ്മൾ ഈ 5 ലിറ്റർ അതേപോലെ 3 ലിറ്ററിലേക്കൊക്കെ മാറ്റി അതിന് കൾച്ചർ ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടർ കൾച്ചർ ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ ബൾക്ക് ആയിട്ടുള്ളതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് പ്രോസസിങ് ഓഫ് കാരിയർ മെറ്റീരിയൽ ആണ്. നമ്മള് ആ ഒരു കാരിയർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഗുഡ് ഫെർട്ടിലൈസർ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ പറയണത്. അപ്പൊ അതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. പീച്ച് സോയില്, ലിഗ്നൈറ്റ്, വെർമിക്കുലൈറ്റ്, ചാർക്കോൾ, പ്രസ് മഡ്, ഫാം യാർഡ് മാനുവർ ആൻഡ് സോയിൽ മിക്സ്ചർ ക്യാൻ ബി യൂസ്ഡ് ആസ് കാരിയർ മെറ്റീരിയൽസ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? കാരിയർ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രലൈസ്ഡ് പീച്ച് സോയിൽ അഥവാ ലിഗ്നൈറ്റ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാരിയർ മെറ്റീരിയൽസ്. ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളതാണ് സോയിൽ, അതായത് പീച്ച് സോയിൽ അഥവാ ലിഗ്നൈറ്റ്. ഇത് രണ്ടെണ്ണമാണ് കൂടുതലായിട്ട് നമ്മൾ ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന കാരിയർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ അവിടെ കാരിയർ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു. പീച്ച് സോയിലും ലിഗ്നൈറ്റും ആണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇനി ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ നമ്മളൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് അയാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ കരിയർ മെറ്റീരിയലിന്റെ സെലക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ അതിന് സെലക്ഷൻ ചെയ്യാൻ അതിനാവശ്യമായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു പീച്ച് സോയിലും ലിഗ്നൈറ്റും ആണെന്ന്. എന്തുകൊണ്ട് ഞാൻ പീച്ച് സോയിലും ലിഗ്നൈറ്റും അവിടെ എടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവണം. ചീപ്പസ്റ്റ് ആയിരിക്കണം, കോസ്റ്റില് ചീപ്പസ്റ്റ് ആയിരിക്കണം, ലോക്കലി അവൈലബിൾ ആയിരിക്കണം, ഓർഗാനിക് മാറ്റർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കണം, നോൺ ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും പാടില്ല, അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും പാടില്ല. ടോക്സിക് ആയിട്ടുള്ള എലിമെന്റ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും പാടില്ല. നോൺ ടോക്സിക് അല്ല, ടോക്സിക് ആയിട്ടുള്ള എലിമെന്റ്സ് ഒന്നും അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50%-ലും മോർ ആയിരിക്കണം. പിന്നെ പ്രോസസ് ചെയ്യാനും വൾണറബിലിറ്റി ഒക്കെ ഈസി പ്രോസസ്സും വൾണറബിലിറ്റി കൂടുതലൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ കാരിയർ മെറ്റീരിയൽ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രോസസ്സും കഴിഞ്ഞു. നമ്മൾ കാരിയർ മെറ്റീരിയൽ എന്താന്ന് നോക്കി, കാരിയർ മെറ്റീരിയലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റത്തെ എന്തായിരുന്നു? നമ്മൾ ബ്രോത്ത് കൾച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബാക്ടീരിയനെ നമ്മൾ ആദ്യം സ്റ്റാർട്ടർ കൾച്ചർ ചെയ്തു, അതിന്ന് പിന്നെ നമ്മൾ ബൾക്കായിട്ട് കൾച്ചർ ചെയ്ത് വെച്ചു. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാരിയർ മെറ്റീരിയൽസ് ഉണ്ട്, അത് നമ്മൾ 2 ചൂസ് ചെയ്തു. ആ 2 ചൂസ് ചെയ്യാനുള്ള കാരണങ്ങളാണ് മൂന്നാമത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ലോ കോസ്റ്റ് ആയിരിക്കണം, ലോക്കൽ അവൈലബിലിറ്റി കൂടുതലായിരിക്കണം, വൾണറബിലിറ്റി കൂടുതലായിരിക്കണം, പിന്നെ വാട്ടർ കപ്പാസിറ്റി 50% ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നാലാമത്തെയാണ് പ്രിപ്പറേഷൻ ഓഫ് കാരിയർ മെറ്റീരിയൽ. ഇതിനെ പ്രിപ്പയർ ചെയ്യണ്ടേ? കാരിയർ മെറ്റീരിയലിനെ നമ്മൾ എങ്ങനെയാ? ഇപ്പൊ ലിഗ്നൈറ്റോ അല്ലെങ്കിൽ പീച്ച് സോയിലോ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് നല്ല ഫൈൻ പൗഡർ ആയിട്ട് എടുക്കുക, ഫൈൻ പൗഡർ ആക്കുക. അതിൽ സീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീവ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്
0.212 മൈക്രോൺ IS ഉള്ള അത്രയും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സീവാണ് നമ്മൾ എടുക്കുന്നത്. അതായത് അരിച്ചെടുക്കുക. അപ്പൊ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള പൗഡർ നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ കാരിയർ മെറ്റീരിയൽസിന്റെ pH നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഈ പീച്ച് സോയിൽ ആണെങ്കിലും ലിഗ്നൈറ്റ് ആണെങ്കിലും pH എന്ന് പറയുന്നത് 4 to 5 ആണ്. ഈ 4 to 5 pH റേഞ്ച് വരുന്നത് ഏതാണ്? ആസിഡ് മീഡിയം ആണ്. അപ്പൊ ആസിഡിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അവിടെ ആരെ യൂസ് ആക്കണം? ബേസിന് നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള, അപ്പൊ നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഈ ഒരു ഫൈൻ പൗഡർ ആക്കി, ആ ഫൈൻ പൗഡറിലേക്ക് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ആക്കി pH ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള കാരിയർ മെറ്റീരിയലിനെ സ്റ്റെറിലൈസ് ചെയ്യണം. ആ സ്റ്റെറിലൈസ് ചെയ്യുന്നത് നമ്മളൊരു ഓട്ടോക്ലേവിന്റെ അകത്തിട്ടിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇതിൽ പല മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ ആ മൈക്രോ ഓർഗാനിസംസ് ചിലപ്പോൾ നമ്മൾ ഇടുന്ന ബാക്ടീരിയാസിന് ദോഷകരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള മൈക്രോ ഓർഗാനിസംസിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ ഓട്ടോക്ലേവിൽ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യണം. അതിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി എന്താണ്? ഈ കിട്ടിയിട്ടുള്ള കരിയറിനെയും അതേപോലെ ബ്രോത്ത് കൾച്ചറിനെയും കൂടെ മിക്സ് ചെയ്യുക. ഇനോക്കുലൻ പാക്കറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് ഫെർമെന്ററിൽ നിന്നും എടുത്ത് ഈ ഒരു സ്റ്റെറൈൽ കരിയർ മെറ്റീരിയൽസുമായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതാണ് 5th പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ മിക്സ് ചെയ്യുന്നത് മാനുവലി മെക്കാനിക്കലി എങ്ങനെ വേണമെങ്കിലും ആവാം. അതിന് ശേഷം അത് ഇനോക്കുലം പാക്കറ്റ്സ് ആക്കിയിട്ട് മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? കാരിയർ മെറ്റീരിയലിനെ നമ്മളൊരു ക്ലീൻ ഡ്രൈ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ എടുത്ത് നിരത്തി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാക്ടീരിയൽ കൾച്ചറിനെ ഇറക്കി വിടുക. അതിന് മെക്കാനിക്കൽ മിക്സ്ചർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? കൾച്ചർ സസ്പെൻഷൻ ഈസ് ടു ബി ആഡഡ് ടു എ ലെവൽ ഓഫ് 40 to 50% വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഡിപ്പെൻഡിങ് ഓൺ ദ കാരിയർ മെറ്റീരിയൽ. ഓരോ കാരിയർ മെറ്റീരിയലിനനുസരിച്ചിട്ടും അതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനോക്കുലം പാക്കറ്റ്സ് നമ്മൾ 200 ഗ്രാം ക്വാണ്ടിറ്റീസിലുള്ള പോളിത്തീൻ ബാഗ്സിലാണ് നമ്മൾ ഈ ഓരോ ഇനോക്കുലം സീൽ ചെയ്ത് വെക്കുന്നത്. അത് 2-3 ദിവസം ക്യൂറഡ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് ഓഫ് ഇനോക്കുലം പാക്കറ്റിൽ എത്ര ഉണ്ടാവും? 200 ഗ്രാം ആണ് ക്വാണ്ടിറ്റി ഉണ്ടാവുന്നത്. ഇനി ഏതെങ്കിലും പോളിത്തീൻ ബാഗിൽ നമുക്കതിനെ ഇതാക്കാനായിട്ട് പറ്റില്ല. പോളിത്തീൻ ബാഗിന് ലോ ഡെൻസിറ്റി ഗ്രേഡ് ആയിരിക്കണം. തിക്നെസ് എന്ന് പറയുന്നത് 50 to 70 മൈക്രോൺ ഉള്ളതായിരിക്കണം. ഈ 2 ക്രൈറ്റീരിയസ് ആണ് പോളിത്തീൻ ബാഗിന് വേണ്ടത്. ഇനി ഓരോ പാക്കറ്റിന്റെ അകത്തും നെയിം ഓഫ് ദ മാനുഫാക്ചറർ, നെയിം ഓഫ് ദ പ്രോഡക്റ്റ്, സ്ട്രെയിൻ നമ്പർ വേണം, ക്രോപ്പ് ടു വിച്ച് റെക്കമെൻഡഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ റൈസോബിയം ആണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ലെഗുമേ പ്ലാന്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. മെത്തേഡ് ഓഫ് ഇനോക്കുലേഷൻ വേണം, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ വേണം, ബാച്ച് നമ്പർ വേണം, എക്സ്പയറി ഡേറ്റ് വേണം, പ്രൈസ് ഉണ്ടായിരിക്കണം, ഫുൾ അഡ്രസ്സും സ്റ്റോറേജും വേണം, ഇൻസ്ട്രക്ഷൻസ് ടു ദ ഫാമേഴ്സും ഉണ്ടായിരിക്കണം. പിന്നെ ഇനി സ്റ്റോറേജ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലാണ്ട് നമുക്കൊരു കൂൾ പ്ലേസിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. റൂം ടെമ്പറേച്ചറിലോ കോൾഡ് സ്റ്റോറേജ് കണ്ടീഷനിലോ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിത്തീൻ ബാഗ്സ് സ്റ്റോർ ചെയ്യാം. പോപ്പുലേഷൻ ഓഫ് ഇനോക്കുലന്റ് ഈസ് ഇൻ ദ കരിയർ ഇനോക്കുലന്റ് പോക്കറ്റ് മേ ബി ഡിറ്റർമൈൻഡ് അറ്റ് 15 days ഇന്റർവെൽ. പോപ്പുലേഷനിൽ ചേഞ്ച് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതൊരു 15 days ഇന്റർവെൽ വിട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ അത് സെറ്റായി. എന്ത്? ഇനോക്കുലം പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബയോ ഫെർട്ടിലൈസറിന്റെ ഒരു 200 ഗ്രാമിലുള്ള ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയൊക്കെ യൂസ് ആക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിന് ആപ്ലിക്കേഷൻ ഓഫ് റൈസോബിയം എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സീഡ് ട്രീറ്റ്മെന്റ് ഓർ സീഡ് ഇനോക്കുലേഷൻ, സീഡ്ലിംഗ് റൂട്ട് ടിപ്പ്, മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ. ഈ 3 രീതിയിലാണ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം എന്താണ് സീഡ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കണം. ഒരു പാക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഗ്രാം ആണ് ഉള്ളത്. അപ്പൊ അതിലേക്ക് ഒരു 200 ml റൈസ് വാട്ടർ എടുക്കുക, ഇത് മിക്സ് ചെയ്യുക, ഒരു സ്ലറി ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് 1 ഹെക്ടർ ഭൂമിക്കല്ല, അതായത് 1 ഏക്കർ ഫോർ ആൻ ഏക്കർ, അതായത് ഇപ്പൊ നമ്മള് പീ പ്ലാന്റ്സ് നടണമെങ്കിൽ 1 ഏക്കറിനുള്ള അത്രയും വിത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് ആ വിത്തെല്ലാം യൂണിഫോം ആയിട്ട് കോട്ട് ചെയ്യണം.
അതായത് നമ്മളൊരു സ്ലറി ഉണ്ടാക്കി ആ സ്ലറിക്കകത്ത് 200 ഗ്രാം ആണ് മൊത്തം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ 200 ഗ്രാമിന് 1 ഏക്കറോളം കൃഷി ചെയ്യാനുള്ള ആ സീഡ്സിന് കോട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയും ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും സീഡ്സ് എടുക്കുക, അതിന് യൂണിഫോം ആയിട്ട് ഈ ഒരു ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനെ 30 മിനിറ്റ്സ് സൺ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ഒരു ഷെയ്ഡ് ഡ്രൈ ആണെങ്കിലും മതി, പ്രോപ്പർ സൺ ഡ്രൈ വേണ്ട. ഒരു തണലിലിട്ടിട്ട് നമ്മൾ അതിനെ ഡ്രൈ ചെയ്ത് എടുക്കുക. ഇതിനെ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ വിതയ്ക്കണം. അത്രേ ഉള്ളൂ. ഒരു പാക്കറ്റ് ഇനോക്കുലന്റ് എന്ന് പറയുന്നത് 10 kg ഓഫ് സീഡ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കുള്ളത് സീഡ്ലിംഗ് റൂട്ട് ഡിപ്പാണ്. എന്താ റൂട്ട് ഡിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്പ്ലാന്റ് ക്രോപ്സിനാണ്. ചിലപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വിത്തിട്ടിട്ട് നമ്മൾ ചെറിയ ബാഗ്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് ഇനി സാധാ നമ്മുടെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് വിചാരിക്കുക. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇനോക്കുലത്തിന്റെ പാക്കറ്റ് പൊട്ടിക്കുക, 40 ലിറ്റർ വെള്ളത്തിൽ അത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഓരോ റൂട്ടിനെയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അതാണെങ്കിലും ഒരു പോസിബിൾ മെത്തേഡ് ആണ്. പിന്നെ മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പാക്കറ്റ് ഓഫ് ഇനോക്കുലന്റ് നമ്മൾ 20 കിലോഗ്രാം ഫാം യാർഡ് മാനുവറിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് 1 ഏക്കർ ഇതില് ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നാലും നമുക്ക് എന്താണ് ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് അതിൻ്റെ അകത്ത് നിറയെ ഉണ്ടാവും. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഈൽഡും കാര്യങ്ങളും കിട്ടാനായിട്ട് സഹായിക്കും. ഇതാണ് റൈസോബിയം ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൈസോബിയം എളുപ്പമാണ്. റൈസോബിയത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കുക. അപ്പൊ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഓടിച്ച് പറഞ്ഞു തരാം. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? ആദ്യം ഇനോക്കുലന്റ് പ്രിപ്പറേഷൻ ആണ് ചെയ്തത് അല്ലേ? ജസ്റ്റ് നമുക്ക് ആ ഹെഡിങ്സ് മാത്രം ഒന്ന് എടുത്ത് വെക്കാം. ഇനോക്കുലം പ്രിപ്പറേഷൻ എങ്ങനെയാ ചെയ്തത്? ആദ്യം നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടുള്ള സ്റ്റാർട്ടർ കൾച്ചർ ഉണ്ടാക്കി. 250 ml ഫ്ലാസ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചു. അതിന് കൾച്ചർ നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ അതിനെ 500 ml അതേപോലെ 3 ലിറ്റർ 5 ലിറ്ററിലേക്കൊക്കെ ആക്കിയിട്ട് അതിനെ ബൾക്ക് ആയിട്ടുള്ള ഒരു കൾച്ചർ ആക്കി മാറ്റി. അപ്പൊ നമ്മുടെ ബ്രോത്ത് അവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കരിയർ മെറ്റീരിയൽ ആണ്. കരിയർ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഫീഡ് സോയിലും അതേപോലെ ലിഗ്നൈറ്റും ആണ്. സെലക്ഷൻ ക്രൈറ്റീരിയാസ് പറഞ്ഞു. കരിയർ മെറ്റീരിയലിനെ പ്രിപ്പയർ ചെയ്യണം. അതിനെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കുക. ഇത് ആസിഡിക് pH ആയതുകൊണ്ട് അതിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്തു. ന്യൂട്രൽ ആയതിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യാൻ ഓട്ടോക്ലേവിൽ ഇട്ടു. മൈക്രോ ഓർഗാനിസംസ് എല്ലാം എലിമിനേറ്റ് ആയിട്ട് പോയി. ഇനി നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രേയിലേക്ക് നമ്മൾ ആദ്യം ഈ കരിയറിനെ മൊത്തമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാക്ടീരിയ കൾച്ചർ അഥവാ ബ്രോത്തിനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. മെക്കാനിക്കലായിട്ട് മിക്സ് ചെയ്യുക, മാനുവലായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ ചെയ്ത സാധനങ്ങളെ നമ്മൾ പോളിത്തീൻ കവറിൽ നമ്മൾ എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം. 200 ഗ്രാം വരുന്ന പോളിത്തീൻ കവറിലാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ സാധനം കിട്ടി, നമ്മുടെ കയ്യിൽ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സീഡ് ഇനോക്കുലേഷൻ, സീഡ്ലിംഗ് റൂട്ട് ടിപ്പ്, മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു 200 ഗ്രാമിനെ ഒരു 200 ml റൈസ് വാട്ടറിൽ സ്ലറി ആക്കി മാറ്റുക. അതിലേക്ക് 10 കിലോ എന്താ പറയാ വീറ്റ് വരെ സീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കോട്ട് ചെയ്തെടുത്തതിന് നമ്മൾ ഒരു 30 മിനിറ്റ്സ് ഒരു ഷെയ്ഡ് ഡ്രൈ കൊടുക്കുക. അതിനുശേഷം ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിനെ എന്താ പറയാ വിത്ത് വിതയ്ക്കണം. എന്നാൽ മാത്രമാണ് അതിന് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്ലിംഗ് റൂട്ട് ടിപ്പാണ്. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റ്സിനാണ് ഇത് നല്ലത്. ഒരു 40 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു 200 ഗ്രാമിനെ നമ്മൾ നന്നായി ഡിസോൾവ് ചെയ്യിക്കുക. ഒരു 10 മിനിറ്റ് 5 to 10 മിനിറ്റ്സോളം നമ്മൾ ഈ റൂട്ട്സ് ഈ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ഒരു 4 പാക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു 40 kg നമ്മൾ ഫാം യാർഡ് മാനുവർ എടുക്കുക. അതായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടെയാണോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാടത്ത് ജസ്റ്റ് ഒന്ന് അത് വെതറി കൊടുക്കുക. സോയിലായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്.
അപ്പൊ റൈസോബിയം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അസോസ്പൈറില്ലം ആണ്. അസോസ്പൈറില്ലം എന്ന് പറയുന്നത് എന്താ? അസെറ്റോബാക്ടീരിയം തന്നെയാണ്, നൈട്രജൻ ഫിക്സിംഗ് തന്നെയാണ്. പിന്നെ അതന്നെയാണ് നമ്മുടെ അസോസ്പൈറില്ലം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട്. ഇത് നോൺ ലെഗുമേ പ്ലാന്റ്സിലാണ് കേട്ടോ കൂടുതലായിട്ടും യൂസ് ആക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് സാമ്പിൾസ് ഫസ്റ്റ് എന്താണ്, ഇനി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരെ. സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് നമ്മൾ ഇനോക്കുലത്തിന് പ്രിപ്പയർ ചെയ്യണം. ഇനോക്കുലം എങ്ങനെ ഇവിടെ പ്രിപ്പയർ ചെയ്യണം നോക്കുക. സാമ്പിൾസിനെ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ടൊരു 0.5 സെന്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്യുക. അതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ മെർക്കുറി ക്ലോറൈഡിൽ 0.1% HgCl2 സൊല്യൂഷനിൽ സ്റ്റെറിലൈസ് ചെയ്യണം. ഒരു 3 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം 1 മിനിറ്റ് 70% ആൽക്കഹോളിലും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു 6-7 പ്രാവശ്യത്തോളം ഡിസ്റ്റിൽഡ് വാട്ടറിൽ വാഷ് ചെയ്ത് എടുക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? സ്ക്രൂ ക്യാപ് ട്യൂബ്, അങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. അതിന്റെ അകത്ത് നൈട്രജൻ ഫ്രീ സെമി സോളിഡ് മാലറ്റ് മീഡിയം ആണ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരിക്കുക. അതിന്റെ അകത്തേക്ക് ഈ ഒരു പീസസിനെ നമ്മൾ അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. സെപ്റ്റിക് കണ്ടീഷനിലായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി ഈ ഒരു നൈട്രജൻ ഫ്രീ സെമി സോളിഡ് മാലറ്റ് മീഡിയത്തില് എന്താണ്? ഡിസയേർഡ് ആയിട്ടുള്ള മൈക്രോബയോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. കണ്ടാമിനേഷൻ ഫ്രീ ആയിരിക്കണം. കണ്ടാമിനേഷൻ ഫ്രീ ആയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൾച്ചർ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ട്യൂബ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 4-5 ദിവസം ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യുക. ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യണം. എത്രത്തോളം അസോസ്പൈറില്ലം അവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കണം. എത്രത്തോളം അസോസ്പൈറില്ലം അവിടെ ഉണ്ടായി എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതാണ് ജസ്റ്റ് ഒരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതിനെ മാസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കൾച്ചർ ഒരു ചെറിയ രീതിയിൽ അതിന്റെ സ്ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാസ് ആയിട്ട് കൾച്ചർ ചെയ്തെടുക്കണം. മാസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ ഇനോക്കുലൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇനോക്കുലൻസിന് നമ്മൾ 250 ml 500 ml 3 ലിറ്റർ 5 ലിറ്റർ കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 250 ml മീഡിയത്തില് ബാക്ടീരിയൽ സ്ട്രെയിൻ എടുക്കുക. സെപ്റ്റിക് കണ്ടീഷനിൽ റൂം ടെമ്പറേച്ചറിൽ ഒരു 5 മുതൽ 7 ദിവസം വരെ നമ്മൾ അതിനൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ? ഇത് ഒരു ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടർ കൾച്ചർ ആണ് അതിന് പറയുന്നത്. ആ സ്റ്റാർട്ടർ കൾച്ചറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഇനോക്കുലറ്റ്സിനെ എടുത്തിട്ട് ലാർജർ ഫ്ലാസ്കിലേക്ക് മാറ്റുക. 500 ml 3 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ഒക്കെ ഇതിലേക്ക് മാറ്റുക. അപ്പൊ നമുക്ക് അത്യാവശ്യം ഗ്രോത്ത് ഉള്ളത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മീഡിയത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് സെപ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഓരോന്നിനും ഓരോരോ പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബ്രോത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ബ്രോത്ത് നമ്മൾ അവിടെ ഓൾറെഡി സ്റ്റാർട്ടർ കൾച്ചർ ആയിട്ട് മാത്രമല്ല 250 നിന്ന് മാറ്റിയിട്ട് 5 ലിറ്റർ 3 ലിറ്റർ വരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യാത്ത രീതിയിൽ അവിടെ പ്രിസർവ് ചെയ്യല അവിടെ കീപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ അതിന് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് നോട്ടിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കരിയർ മെറ്റീരിയൽ ഉണ്ടാക്കുക. ഐഡിയൽ ആയിട്ടുള്ള കരിയർ മെറ്റീരിയൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? പീറ്റ് സോയിലും ലിഗ്നൈറ്റും ആണ്. നമുക്ക് ഒരുപാട് ഉണ്ട്. പ്രസ് മഡും വെർമിക്കുലൈറ്റും ചാർക്കോളും ഫാം യാർഡ് മാനുവറും സോയിൽ മിക്സ്ചറും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്നത് പീറ്റ് സോയിലും ലിഗ്നൈറ്റും ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എടുത്തു. ഇനി എന്താ അവിടെ പിന്നെയും എന്താ പറഞ്ഞിട്ടുള്ളത്? കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചീപ്പ് ഇൻ കോസ്റ്റ് ആയിരിക്കണം, ലോക്കലി അവൈലബിൾ ആയിരിക്കണം, ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കണം, 50% വാട്ടർ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു കരിയർ മെറ്റീരിയലിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻ ആയിട്ട് പൗഡർ ചെയ്യുക. അതിനെ നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. പിന്നെ അതിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ആഡ് ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ്? കരിയറിന്റെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഓട്ടോക്ലേവിൽ വെച്ച് ട്രീറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് ഓട്ടോക്ലേവിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്?
അതെ, അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലോവിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കരിയറും റെഡിയായി. അപ്പൊ ഇനോക്കുലൻ പാക്കറ്റ്സ് ഉണ്ടാക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. എങ്ങനെയാ പാക്കറ്റ്സ് ഉണ്ടാക്കേണ്ടത്? ന്യൂട്രലൈസ്ഡും സ്റ്റെറിലൈസ്ഡും ആയിട്ടുള്ള കരിയർ മെറ്റീരിയൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബാക്ടീരിയൽ കൾച്ചർ ആ ഒരു ഫെർമെന്ററിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് മാനുവൽ ആയിട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടോ അതിനെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ 200 gram ഉള്ള പാക്കറ്റ്സ് ആക്കിയിട്ട് മാറ്റുക. പോളിത്തീൻ ഷീറ്റിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സീൽ ചെയ്യുക. ഇലക്ട്രിക്കലി സീൽ ചെയ്യുക. ഇലക്ട്രിക് സീലർ യൂസ് ചെയ്തിട്ട് അതിനെ സീൽ ചെയ്യുക. 2-3 ദിവസം റൂം ടെമ്പറേച്ചറിൽ ക്യൂർ ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ മാനുവർ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്, പാക്കറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതിന് നമുക്ക് എന്തെല്ലാം വഴി അതിന്റെ അപ്ലിക്കേഷൻ ചെയ്യാം? അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, കാരണം റൈസോബിയത്തിന്റെ സെയിം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഏതൊക്കെയാ 3 രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്? സീഡ് ട്രീറ്റ്മെന്റ്. റൈസോബിയത്തിന്റെ അല്ല, അസോസ്പൈറിലാണെങ്കിലും ഈ 3 തന്നെയാണ്. സീഡ് ട്രീറ്റ്മെന്റ് ഓർ സീഡ് ഇനോക്കുലേഷൻ, സീഡ് റൂട്ട് ടിപ്പ്, അതേപോലെ മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ. ഈ 3 തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സീഡ് ട്രീറ്റ്മെന്റ് ഓർ സീഡ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതെ, നമ്മള് നേരത്തെ പറഞ്ഞതാണ്. 200 gram ഉള്ള പാക്കറ്റ്സ് എടുക്കുന്നു. 200 ml റൈസ് വാട്ടർ എടുക്കുന്നു. ഒരു സ്ലറി ആക്കി മാറ്റുന്നു. അതിൽ നമുക്ക് എത്ര kg വരെ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും? 10 kilo വരെ നമുക്ക് അതിൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കോട്ട് ചെയ്തിട്ട് ഒരു 30 മിനിറ്റോളം നമ്മളത് വെക്കണം. എങ്ങനെ, സൺ ഡ്രൈ ആണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, ഷെയ്ഡിലിട്ടിട്ട് നമ്മൾ അതിനെ ഡ്രൈ ചെയ്തെടുക്കണം. ഇനി എത്ര മണിക്കൂറിന് ശേഷമാണ് അത് നമുക്ക് എങ്ങനെ വിതയ്ക്കാൻ പറ്റുന്നത്? 24 മണിക്കൂറിന്റെ ഉള്ളിൽ അത് എന്ത് ചെയ്യണം? വിതയ്ക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തതുകൊണ്ട് ഉപകാരം അല്ലെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ് സീഡ്ലിംഗ് റൂട്ട് ടിപ്പ്. എന്താണ് സീഡ്ലിംഗ് റൂട്ട് ടിപ്പ്? നമ്മൾ 200 ഗ്രാമിന്റെ പാക്കറ്റ് എടുക്കുന്നു. 40 ലിറ്ററിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു, സൊല്യൂഷൻ ആക്കി മാറ്റുന്നു. ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇതിൽ നമുക്ക് സീഡ് ആണോ ഇട്ട് വെക്കേണ്ടത്? അല്ല, നമ്മൾ ചെറിയ രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ചെടികൾ എടുക്കുന്നു. അതിന് നമുക്ക് ഈ ഫീൽഡിലേക്ക് മാറ്റിയിട്ട് പ്ലാന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഓരോന്നിനെയും എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം എന്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം? ഈ പറഞ്ഞ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പ്ലാന്റ് ചെയ്യാം. അതാണ് സീഡ്ലിംഗ് റൂട്ട് ഡിപ്പ്. ഇനി മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ എന്താണ്? അടുത്ത ആള് പറഞ്ഞേ, എന്താ മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ? ഒരു 4 പാക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ 40 കിലോ ഫീൽഡ് ഫാം യാർഡ് മാനുവറായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അതിൽ നമ്മൾ എവിടെയാണോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈ ബാക്ടീരിയാസ് ഒക്കെ അടങ്ങിയിട്ടുള്ള എന്ത് കിട്ടും? ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ എന്തിന്റെ പ്രസൻസ് ഉണ്ടാവും? ഈ അസോസ്പൈറിലും അതേപോലെ റൈസോബിയത്തിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാവും. റൈസോബിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൈസോബിയത്തിന്റെ ഉണ്ടാവും. അസോസ്പൈറിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അസോസ്പൈറിലത്തിന്റെ ഉണ്ടാവും. ഇനി നമ്മൾ മൂന്നാമത് പഠിക്കുന്നത് അസോബാക്ടർ ആണ്. അസോബാക്ടർ എന്താണ്? ഈ രണ്ടെണ്ണത്തെയും പോലെ തന്നെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ തന്നെയാണ്. മാസ് മൾട്ടിപ്ലിക്കേഷൻ എന്തൊക്കെ സ്റ്റെപ്പാണ്? ഫസ്റ്റ് എന്താണ്? കൾച്ചർ സെലക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെയിൻ എടുക്കുന്നു. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? അസോബാക്ടർ ആണ് വേണ്ടത്. അപ്പൊ അസോബാക്ടറിന്റെ ഏറ്റവും നല്ല സോഴ്സ് ഏതാണോ അവിടെ നിന്ന് നമ്മൾ പല യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമ്മൾ അതിന് ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെയിൻ എടുക്കുന്നു. അതിനുശേഷം അതിനെ നമ്മൾ സബ് കൾച്ചർ ചെയ്യുന്നു. പിന്നീടാണ് എന്ത് ചെയ്യണത്? സ്റ്റാൻഡേർഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള കൾച്ചർ പോകുന്നത്. പ്രൈമറി ലെവൽ യൂസിങ് ഷേക്കേഴ്സ് ഇൻ ഫ്ലാസ്ക് ആണ്. സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നമുക്കൊരു ബൾക്കായിട്ട് വേണം. അപ്പൊ അതിന് നമ്മൾ ഫെർമെന്റേഴ്സോ അല്ലെങ്കിൽ വലിയ എന്താ പറയാ
വെൽസ് ഒക്കെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു കൾച്ചർ മാസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ചെറിയ രീതിയിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? മാസ് കൾച്ചറിങ്ങിന് പോവുക. ആ ബാക്ടീരിയ ഗ്രോയിങ് മീഡിയത്തിനെയാണ് നമ്മൾ ബ്രോത്ത് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ കരിയർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ടുള്ള കരിയർ മെറ്റീരിയൽ സെലക്ട് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം വെച്ച് നമ്മൾ കരിയർ മെറ്റീരിയലിന് സെലക്ട് ചെയ്തതിന് ശേഷം എന്താ ഉണ്ടാക്കുന്നത്? അതിനെ ഫൈൻ പൗഡർ ആക്കുന്നു, അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, അതിനെ പിന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്യുന്നു. എവിടെ വെച്ചാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഓട്ടോക്ലേവിൽ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവിൽ വെച്ച് നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി സ്റ്റെറിലൈസ് ചെയ്തെടുത്ത സാധനത്തിന് എന്ത് ചെയ്യുക? ഒരു ഡ്രൈ ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയിൽ നമ്മൾ നിരത്തുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ ഈ കൾച്ചർ ചെയ്തെടുത്ത നമ്മുടെ ബ്രോത്തിനെ, അതായത് ബാക്ടീരിയ കൾച്ചറിനെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നു. അത് മെക്കാനിക്കലി മാനുവലി നമ്മൾ മിക്സ് ചെയ്യുന്നു. 200 ഗ്രാംസിന്റെ പാക്കറ്റ്സ് ആക്കിയിട്ട് മാറ്റുന്നു. പോളിത്തീൻ കവറിലാണ് ഇത് മാറ്റുന്നത്. 2-3 ദിവസം അതിനെ ക്യൂർ ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 200 ഗ്രാംസിന്റെ പാക്കറ്റ് അല്ല ഞാൻ പറഞ്ഞത്, ചെറിയൊരു മാറ്റമുണ്ട്. 500 ഗ്രാംസിന്റെ പാക്കറ്റ്സ് ആണ്. നോർമലി 500 ഗ്രാമിന്റെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെക്ടർ ഫീൽഡിലേക്കുള്ള നമുക്ക് വിത്തുകൾ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാ ഡിപ്പ് ചെയ്യുന്നത്? ഇത്രയും തന്നെ 500 ആണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നമ്മൾ റൈസ് വാട്ടർ എടുക്കുന്നു, അതൊരു സ്ലറി ആക്കിയിട്ട് മാറ്റുന്നു, അതിലേക്ക് സീഡ് കോട്ട് ചെയ്യുന്നു. ഈ സീഡ് കോട്ട് ചെയ്തതുകൊണ്ട് അത് പോവില്ല കേട്ടോ. അതിന് കാരണം എന്ന് പറയുന്നത് അത് എന്താണ്, അഡ്ഹസീവ് മെറ്റീരിയൽ ആണ്. ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, രണ്ടും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതിനൊരു ഹാഫ് ആൻ അവർ ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. 24 hours മുൻപ് അതിനെ സോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സീഡ്ലിംഗ് ട്രീറ്റ്മെന്റ് എന്താണ്? നേരത്തെ അതേ പറഞ്ഞ അത് തന്നെയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ആക്കുന്നത്. അതിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റൂട്ട്സ് എന്ത് ചെയ്യണം? ഇതിലൊരു 15 minutes ഡിപ്പ് ചെയ്ത് വെക്കുക, അതിനുശേഷം പ്ലാന്റ് ചെയ്യുക. അതാണ് സീഡ്ലിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തതാണ് സോയിൽ ആപ്ലിക്കേഷൻ. സോയിൽ ആപ്ലിക്കേഷൻ എന്താണ്? 2 കിലോ ബയോ ഫെർട്ടിലൈസർ എടുക്കുക, 40 മുതൽ 50 കിലോ വരെ FIM എന്താണ്? ഫാഡിയാം മാനുവർ ആണ്. അതുമായിട്ട് മിക്സ് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഈ വിത്ത് ഇടുന്നേക്ക് മുൻപായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നേക്ക് മുമ്പായിട്ട് ജസ്റ്റ് ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ഈൽഡും കാര്യങ്ങളും കിട്ടും. ഇപ്പൊ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണമാണ് നമുക്ക് സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിൽ പറയുന്നത്. റൈസോബിയം, അസോസ്പൈറിലം, അസോബാക്ടർ. ഈ 3 എണ്ണത്തിനെ പറ്റി മാത്രമാണ്. ഇതിന്റെ പ്രൊഡക്ഷനും ആപ്ലിക്കേഷനും ആണ് നമുക്കുള്ളത്. മെയിൻലി ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എത്ര ദിവസം വെച്ചു, എന്താണ് അതിന്റെ ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് ചോദിക്കാം. സീഡ് ട്രീറ്റ്മെന്റ് എന്താണ്, അതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ ഫെർമെന്റേഷൻ പീരിയഡ് എത്രയാണെന്ന് ചോദിക്കാം. 3 to 4 days ആണ് ഫെർമെന്റേഷൻ പീരിയഡ് വന്നിട്ട്. ബ്രോത്ത് എന്താണെന്ന് ചോദിക്കാം. മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രോത്ത് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഇതിന്റെ pH എന്താണെന്ന് ചോദിക്കാം. നമ്മൾ പറഞ്ഞ അസിഡിക് pH ആണ് കാരിയർ മെറ്റീരിയലിന്റെ. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. സ്റ്റെറിലൈസേഷൻ ടെക്നിക് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഓട്ടോക്ലേവ് ആണ് ആൻസർ വരുന്നത്. പിന്നെ എന്താണ് ഇവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്, കെമിക്കൽ അല്ലെങ്കിൽ ന്യൂട്രലൈസിങ് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കാം. കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ടൊന്ന് വായിക്കുക. ഒരു റൈസോബിയം തന്നെ 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് കിട്ടും. പിന്നെ ആകെ വ്യത്യാസം വരുന്നത് അസോബാക്ടറിൽ ആ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ താങ്ക് യു. ക്ലാസ് കഴിഞ്ഞു.